അങ്ങനെ സച്ചി അവിടെ കള്ളും കുടിച്ച് പ്രശ്നമുണ്ടാക്കുന്നതും കണ്ടുകൊടുത്തിന് പ്രിൻസിപ്പൽ പറഞ്ഞത് കൊണ്ട് തന്നെ പോലീസുകാർ അങ്ങോട്ടേക്ക് എത്തും. എസ് ഐ മാഡം വന്നിട്ട് സച്ചി അങ്ങ് പൊക്കിയെടുക്കുന്നുണ്ട്. നടു റോട്ടിൽ കിടന്ന് പ്രശ്നമുണ്ടാക്കുന്നത് സച്ചിയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാൻ. അതോടുകൂടി തന്നെ സച്ചിയും രേവതിയും ആകെ പെട്ടുപോകും. സച്ചിയെ പോലീസുകാർ കൊണ്ടുപോകുന്ന സമയത്തിന് സച്ചി ഇങ്ങനെ പറയാൻ ശ്രമിക്കുന്നുണ്ട്, സാറേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയും. പക്ഷേ സച്ചിയെ രേവതിയും കൂടി അവർ പ്രിൻസിപ്പലിനെ കാണിക്കാൻ വേണ്ടി കെട്ടിയ നാടകമാണിതെന്ന് എന്ന കാര്യമൊന്നും പോലീസിന് അറിയില്ലല്ലോ. മദ്യപിച്ച് റോഡിൽ ഭാര്യയെ തല്ലുന്ന ഭർത്താവിനെ കണ്ടപ്പോൾ പോലീസ് വെറുതെ വിടാൻ പറ്റുമോ? സച്ചി മാക്സിമം പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും അവരതൊന്നും തന്നെ കേൾക്കുന്നില്ല. കേരള വണ്ടിയിലേക്ക് എന്നൊക്കെ പറഞ്ഞ് അവരെ പിടിച്ചു വലിച്ചങ്ങ് വണ്ടിയിലേക്ക് കയറ്റാണ്. സാധാരണ ഇങ്ങനെ പിടിക്കപ്പെടുമ്പോൾ എല്ലാവരും പറയുന്ന സ്ഥിരം പല്ലതിവ് തന്നെ സച്ചിയും അവിടെ അടിച്ചു വിടുന്നുണ്ട്. അയ്യോ മാഡം, ഇതൊരു ഡ്രാമയായിരുന്നു, ഞാനും എൻ്റെ ഭാര്യയെ കൂടി കളിച്ചതാണ് എന്നൊക്കെ പറയും. അപ്പോൾ മാഡം തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ നീ എൻ്റെ അടുത്തേക്ക് ഡ്രാമ കളിക്കുവാണല്ലോ, മര്യാദക്ക് കയറി വാടാ വണ്ടിയിലേക്ക് എന്നൊക്കെ പറയും. അന്നേരം രേവതി അങ്ങോട്ടേക്ക് ഓടിച്ചെന്ന് പറയുന്നുണ്ട്, മാഡം എൻ്റെ ഭർത്താവ് തെറ്റൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ മാഡത്തിനങ്ങ് ദേഷ്യം വരെ. ഇത്രയും നേരം ഇയാളുടെ കയ്യിൽ നിന്ന് നിനക്ക് തല്ല് കൊണ്ടിട്ട് നിനക്കതൊന്നും മതിയായില്ലേ? ഇപ്പോൾ നീ ഇയാളെ ന്യായീകരിക്കുകയാണോന്നൊക്കെ ചോദിക്കും. നിന്നെ പോലെയുള്ള പെൺകുട്ടികളാണ് ബാക്കിയുള്ള സ്ത്രീകൾക്കും കൂടെ അപമാനം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അയാൾ ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോവാണ്. ആ സമയത്തിന് രേവതിക്ക് വല്ലാത്ത ടെൻഷനായി. അപ്പോഴാണ് ശരത്ത് അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. ശരത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, എന്തിനാ ചേച്ചി ഇങ്ങനെ പ്രശ്നമുണ്ടാക്കുന്നത്? മദ്യപിച്ച് ലെക്ക് കെട്ട് റോഡിൽ വന്ന് പ്രശ്നമുണ്ടാക്കിയതിനല്ലേ പോലീസ് സച്ചിയേട്ടനെ കൊണ്ടുപോയത്? കൊണ്ടുപോകട്ടെ എന്ന് പറയും. അത് കേട്ടപ്പോൾ രേവതിക്ക് അങ്ങ് ദേഷ്യം വന്നു. എടാ നീ മിണ്ടി പോവരുത്, നീ കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്ന് പറയും. ശരത്തിനാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. ശരത്ത് ചോദിക്കുന്നത്, ഞാനെന്താ തെറ്റാ ചെയ്തത്? നിങ്ങൾ രണ്ടുപേരും വഴക്കുണ്ടാക്കുന്നത് കണ്ടിട്ടില്ലേ ഞാനിങ്ങോട്ടേക്ക് ഓടി വന്നത് എന്ന് പറയും. അപ്പോഴാണ് രേവതി ആ ഒരു രഹസ്യമങ്ങ് വെളിപ്പെടുത്തുന്നത്. എടാ ഇതൊന്നും സത്യമല്ല, സച്ചേട്ടൻ മദ്യപിച്ചിട്ടൊന്നുമില്ല. ശരത്തിനാണെങ്കിൽ അതൊന്നും വിശ്വസിക്കാനായില്ല. ചേച്ചി എന്നോട് കള്ളം പറയണ്ട, അയാൾ നന്നായിട്ട് അടിച്ചിട്ടുണ്ട്. അന്നേരം രേവതി പറയുന്നുണ്ട്, എടാ ശരത്തെ, സച്ചേട്ടൻ മദ്യപിച്ചിട്ടൊന്നുമില്ല, നിനക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഇതൊക്കെ ചെയ്തത്. ആ പ്രിൻസിപ്പളിൻ്റെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കളിച്ച ഡ്രാമയായിരുന്നു ഇത്. പ്രിൻസിപ്പൾ അവസാനം സമ്മതിച്ചു, നാളെ നിനക്ക് പരീക്ഷ എഴുതാമെന്ന്. ഇത് കേട്ട് ശരത്ത് ശരിക്കും അങ്ങ് സ്തംഭിച്ചു പോയി. ദൈവമേ, എന്നോടൊരു വാക്കെങ്കിലും പറയാമായിരുന്നില്ലേ എന്ന് അവൻ ചോദിച്ചപ്പോൾ സച്ചേട്ടൻ പറഞ്ഞത്, നീ അറിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഒറിജിനാലിറ്റി കിട്ടില്ല എന്നാണ്. രേവതി പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ആലോചിച്ചപ്പോൾ അവന് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ തീരുമാനിച്ചു. ആ എസ് ഐ മേഡത്തോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയാമെന്ന് അവരുറപ്പിക്കാൻ സ്റ്റേഷനിലേക്ക് എത്തിയപ്പോൾ സച്ചി അവിടെയുള്ള കോൺസ്റ്റബിളിനോടൊക്കെ കേഴുന്നുണ്ടായിരുന്നു. സാറേ, ഞാൻ മദ്യപിച്ചിട്ടൊന്നുമില്ല, വേണമെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് ഊതിപ്പിച്ച് നോക്ക്, അല്ലെങ്കിൽ എൻ്റെ ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്ക് എന്നൊക്കെ പറയും. പക്ഷേ കോൺസ്റ്റബിൾ അതൊന്നും വന്ന് എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. മാഡം വരുമ്പോൾ നീ തന്നെ അങ്ങ് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവരവനെ ഒതുക്കി. ആ സമയത്താണ് രേവതിയും ശരത്തും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത്. മാഡത്തിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ മാഡം അവിടെ ഇല്ല എന്നും നാളെ രാവിലെ വരുള്ളൂ എന്നും കോൺസ്റ്റബിൾ പറഞ്ഞു. രേവതി അപേക്ഷിക്കുന്നുണ്ട്, സർ എൻ്റെ ഭർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, തെറ്റ് ചെയ്യാത്ത ഒരാളെയാണോ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പിടിച്ചുകൊണ്ട് കൊണ്ടുവരുന്നത് എന്ന്. അയാൾ നടു റോട്ടിലുണ്ടാക്കിയ പുകിലൊക്കെ നിങ്ങൾ കണ്ടതല്ലേ? പിന്നീട് രേവതി ആ പോലീസുകാരനോട് എല്ലാ സത്യങ്ങളും വെളിപ്പെടുത്തി. പ്രിൻസിപ്പൽ ശരത്തിനെ പരീക്ഷ എഴുതിപ്പിക്കില്ല എന്ന് പറഞ്ഞതോടുകൂടി അതിന് വേണ്ടിയിട്ട് താനും സച്ചിയേട്ടനും കൂടി പ്ലാൻ ചെയ്ത ഡ്രാമയായിരുന്നു അത് എന്ന് അവൾ വിശദീകരിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ പോലീസുകാരൻ ചോദിക്കുന്നത്, ഇതൊക്കെ നേരത്തെ തന്നെ പറയേണ്ട കാര്യങ്ങളല്ലേ എന്ന്. ഒടുവിൽ സച്ചിയെ വിടാൻ പറ്റില്ല എന്ന് അദ്ദേഹം കട്ടായം പറഞ്ഞു. കാരണം മാഡം പറഞ്ഞാലേ വിടാൻ പറ്റുള്ളൂ എന്ന് പറയും. മാഡത്തിൻ്റെ നമ്പർ ചോദിച്ചുവെങ്കിലും അതൊന്നും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവരവളെ മടക്കി. അപ്പോഴേക്കും രേവതി ഓടിച്ചെന്ന് സച്ചിയുടെ സെല്ലിനടുത്തേക്ക് ചെന്നു. സച്ചിയേട്ടൻ പേടിക്കേണ്ട കേട്ടോ, ഞാൻ എങ്ങനെയെങ്കിലും സച്ചിയേട്ടനെ പുറത്തിറക്കുമെന്ന് പറയാണ് രേവതി. മാഡം ഇവിടെ ഇല്ല എന്നറിഞ്ഞപ്പോൾ സച്ചി പറയുന്നുണ്ട്, നീ എന്തിനാ രേവതി ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടന്നല്ലോ, ശരത്തിന് പരീക്ഷ എഴുതാമല്ലോ എന്ന് പറയും. എന്നാലും ഇവിടെ നിങ്ങളിങ്ങനെ കാണുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാണ് രേവതി. അവൾ പെട്ടെന്ന് തന്നെ ഫോണുമായി പുറത്തേക്ക് ഇറങ്ങി. ശരത്ത് സച്ചിയോട് ക്ഷമ ചോദിക്കുന്നുണ്ട്, താൻ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട്. അന്നേരം സച്ചി അവനെ ആശ്വസിപ്പിച്ചു, എടാ നീ നന്നായി പഠിച്ചാൽ മതി, എനിക്ക് പഠിക്കാൻ പറ്റിയില്ല, നീ എങ്കിലും പഠിച്ച നല്ല ജോലി വാങ്ങിക്കണം, നിന്റെ അമ്മയെയും അനുജത്തിയെയും നോക്കേണ്ടത് നീയല്ലേ എന്ന് പറയും. ശരത്ത് പറയുന്നുണ്ട്, സച്ചിയേട്ടന് പകരം വേണമെങ്കിൽ ഞാൻ ഇവിടെ കിടക്കാമെന്ന്. അത് കേട്ടപ്പോൾ സച്ചി അങ്ങ് ചിരിച്ചുപോയി. എടാ അതൊക്കെ ആൾമാറാട്ടത്തിന് കേസാവും, നാളെ രാവിലെ തന്നെ ഞാൻ ഇവിടെ നിന്നും ഇറങ്ങിക്കോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്നും പറഞ്ഞു വിട്ടു. പുറത്തേക്ക് ഇറങ്ങിയ രേവതി പെട്ടെന്ന് തന്നെ വർഷയെ വിളിച്ചു. സച്ചിയേട്ടൻ സ്റ്റേഷനിലാണെന്ന കാര്യം അവളോട് പറഞ്ഞു. വർഷ ചോദിക്കുന്നുണ്ട്, ചേച്ചിക്ക് ഇത് എന്നോട് നേരത്തെ തന്നെ പറയാമായിരുന്നില്ലേ എന്ന്. എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണമെന്ന് രേവതി കെഞ്ചിക്കൊണ്ട് പറയാണ് വർഷയോട്. വർഷ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും രേവതി ചേച്ചി?
എങ്കിലും ഞാനൊന്ന് നോക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടതിനെ അവൾ രേവതിയെ ആശ്വസിപ്പിച്ചു. വർഷ നേരെ മധുസൂദനനെ വിളിക്കാണ്. അച്ഛാ, എനിക്കൊരു സഹായം വേണം. ഒരാളെ സ്റ്റേഷനിൽ നിന്നും ഇറക്കണമെന്ന് പറയും. ആരെയാണെന്ന് ചോദിച്ചപ്പോൾ സച്ചിയേട്ടനെയാണെന്ന് വർഷ വെളിപ്പെടുത്തി. ഇത് കേട്ട ഉടനെ മഹിമ വന്ന് തടഞ്ഞു. ആ ഫ്രോഡിനെയാണോ നീ ഇറക്കാൻ നോക്കുന്നത് എന്ന് ചോദിച്ചു. മധുസൂദനന് നല്ല ദേഷ്യം വന്നു. അവൻ എന്നെ എത്ര വട്ടം അടിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയാമോ? എന്നിട്ടും നീ അവൻ്റെ റെക്കമെൻഡുമായിട്ട് എൻ്റെ അടുത്തേക്ക് വരികയാണോ എന്നൊക്കെ ചോദിച്ചു. എത്ര കെഞ്ചിയിട്ടും അദ്ദേഹം അതിനൊന്നും തയ്യാറായില്ല. ആ ഫ്രോഡിന് വേണ്ടിയിട്ട് ഞാനൊന്നും ചെയ്യില്ല എന്ന് തന്നെ അയാൾ കട്ടായം പറഞ്ഞു. വർഷ സങ്കടത്തോടുകൂടി തന്നെ രേവതിയെ വിളിച്ച് കാര്യം പറഞ്ഞു. നടന്നില്ല ചേച്ചി, അതൊന്നും നടക്കില്ല എന്ന് പറയുന്നതോടുകൂടി തന്നെ രേവതി ആകെ തകർന്നു പോയി. ഇതേ സമയം മധുസൂദനൻ മഹിമയോട് പറയുന്നുണ്ട്, എടി ഇതൊരു നല്ല അവസരമാണ്. സച്ചി ജയിലിലാണെന്ന കാര്യം ചന്ദ്രമതിയോടും രവീന്ദ്രനോടും പറയണം. ഇത് വെച്ച് നമുക്കൊരു കളി കളിക്കാം. ഇങ്ങനെയുള്ളവരുടെ കൂടെയാണോ എൻ്റെ മോളെ താമസിപ്പിക്കുന്നത് എന്ന് ചോദിക്കാൻ പറ്റിയ സമയമാണിത്. വർഷയെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതൊരു വഴിയാകുമെന്ന് അവർ പ്ലാൻ ചെയ്തു. ഇതിനിടയിൽ രേവതി വീണ്ടും സച്ചിയുടെ അടുത്തേക്ക് ചെന്നു. സച്ചിയേട്ട, ഒരു വഴിയുമില്ല, വർഷയെ വിളിച്ചിട്ട് നടക്കില്ല എന്ന് അവൾ സങ്കടത്തോടെ പറയാണ്. സച്ചി പറയുന്നുണ്ട്, വർഷ സഹായിക്കാൻ നോക്കിയാലും അവളുടെ അച്ഛൻ അതിന് സമ്മതിക്കില്ല എന്ന് എനിക്കറിയാമായിരുന്നു. നീ വിഷമിക്കാതെ രേവതി, വീട്ടിൽ പോയിട്ട് നീ കിടന്നുറങ്ങാൻ നോക്കുക എന്നൊക്കെ പറഞ്ഞ് സച്ചി അവളെ നിർബന്ധിച്ചു. ശരത്തിനോട് പറയുന്നുണ്ട് രേവതിയെ സുരക്ഷിതമായി വീട്ടിലേക്ക് കൊണ്ടുപോയി വിടാനൊക്കെ. അങ്ങനെ രേവതി വീട്ടിലെത്തുമ്പോൾ ചന്ദ്രമതി അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. രേവതി പതുക്കെ അകത്തേക്ക് കയറാൻ നോക്കിയപ്പോൾ ചന്ദ്രമതി അവളെ വിളിച്ചു. നിക്കടി അവിടെ, ഇത്രയും നേരം നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കും. പൂ കൊടുക്കാൻ പോയതാണെന്ന് രേവതി കള്ളം പറഞ്ഞപ്പോൾ സച്ചി എവിടെയെന്ന് ചോദിക്കാണ് ചന്ദ്ര. സച്ചിയേട്ടൻ ഒരു ഓട്ടത്തിന് പോയതാണെന്ന് രേവതി കള്ളം പറഞ്ഞുവെങ്കിലും അങ്ങോട്ടേക്ക് രവീന്ദ്രൻ വരികയാണ്. ചന്ദ്രമതി പുച്ഛത്തോടെ പറയുന്നുണ്ട്, കേട്ടില്ലേ, മരുമകൾ പച്ച കള്ളം പറയാണ്. ശ്രീകാന്തും വർഷയുമൊക്കെ അങ്ങോട്ടേക്ക് വന്നു. രവീന്ദ്രൻ മോളെ സച്ചി എവിടെയെന്ന് വീണ്ടും ചോദിച്ചപ്പോൾ രേവതി ആകെ പതറി നിൽക്കുകയാണ്. അന്നേരം ചന്ദ്രമതി ആ ഒരു ബോംബങ്ങ് പൊട്ടിച്ചു. നിന്റെ ഭർത്താവ് പോലീസ് സ്റ്റേഷനിലല്ലേടി, നീ എന്തിനാ അത് മറച്ചു വെക്കുന്നത്? വർഷയുടെ അമ്മ വിളിച്ചിട്ട് എന്നോട് എല്ലാ സത്യങ്ങളും പറഞ്ഞു എന്ന് പറയും. നിന്റെ ഭർത്താവ് ജയിലിലാണെന്ന കാര്യമൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ഞങ്ങളെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണോ നിന്റെ പരിപാടി എന്നൊക്കെ ചോദിച്ചപ്പോൾ രേവതിക്ക് ആണെങ്കിൽ എന്ത് പറയണമെന്ന് പോലും അറിയില്ലായിരുന്നു. പിന്നീട് അവൾ അവിടെ നടന്ന സത്യങ്ങളെല്ലാം തന്നെ അവർക്ക് മുന്നിൽ തുറന്നു പറയാൻ രേവതി സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ തുടങ്ങിയതോടുകൂടി തന്നെ ചന്ദ്രമതിയുടെയും രവീന്ദ്രന്റെയും ഭാവം അങ്ങ് മാറി. രേവതി കണ്ണു നിറഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞു, അമ്മേ, അച്ഛ, സച്ചിയേട്ടൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ശരത്തിന്റെ പരീക്ഷാകാര്യം ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി അഭിനയിച്ചതാണ്. മദ്യപിച്ചതൊക്കെ വെറുതെ തോന്നിച്ചതാണ്. ഇത് കേട്ടപ്പോൾ ചന്ദ്രമതി ഒന്ന് പുച്ഛിച്ചു. ഓ, അപ്പോൾ നാട്ടുകാരെയും പോലീസുകാരെയും പറ്റിക്കാൻ ഒരുങ്ങിക്കെട്ടിയ നാടകമാണല്ലേ ഇത്? നിന്റെ ഈ കള്ളത്തരം കാരണം നമ്മുടെ കുടുംബത്തിന്റെ മാനം പോയതൊക്കെ നീ അറിഞ്ഞോ? അവർ രൂക്ഷമായി തന്നെ ചോദിച്ചു. രവീന്ദ്രൻ ആകെ തളർന്നു പോയി. മോളെ, ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഇങ്ങനൊരു ചതി പോലീസുകാരോട് ചെയ്യരുതായിരുന്നു. ഇപ്പൊ നോക്ക്, അവൻ അകത്തായില്ലേ? രേവതിക്ക് അപ്പോൾ മറുപടി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് ശരത് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അവൻ മുട്ടുകുത്തി നിന്ന് കരഞ്ഞുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, അങ്കിൾ, സച്ചിയേട്ടൻ ഒരിക്കലും കുറ്റം പറയരുത്. എനിക്ക് വേണ്ടിയിട്ടാണ് ആ മനുഷ്യൻ അങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറയും. എന്നെ പരീക്ഷ എഴുതിപ്പിക്കാൻ വേണ്ടിയിട്ട് സച്ചിയേട്ടൻ സ്വന്തം മാനം കളഞ്ഞതാണെന്നൊക്കെ പറയാണ്. അന്ന് രാത്രി ആ വീട്ടിൽ ആരും തന്നെ ഉറങ്ങിയില്ല. പിറ്റേന്ന് രാവിലെ തന്നെ രവീന്ദ്രനും രേവതിയും നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചു. അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച രേവതിയുടെ നെഞ്ച് തകർക്കുന്നതായിരുന്നു. ലോക്കപ്പിനുള്ളിൽ തറയിൽ തളർന്നിരിക്കുന്ന സച്ചി. SI മാഡം അപ്പോഴേക്കും എത്തിയിരുന്നു. രേവതി മാഡത്തിന്റെ കാല് പിടിച്ചപേക്ഷിച്ചു. മാഡം, ഞങ്ങൾ പറഞ്ഞതൊക്കെ സത്യമാണ്. വേണമെങ്കിൽ ആ കോളേജ് പ്രിൻസിപ്പളിനെ വിളിച്ച് ചോദിച്ചു നോക്ക്. ഒരു പാവം പയ്യന്റെ പഠനം മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ കടുങ്കൈ ചെയ്തത് എന്നൊക്കെ പറയാണ് രേവതി. ആദ്യം ദേഷ്യപ്പെട്ടുവെങ്കിലും പ്രിൻസിപ്പളിനെ വിളിച്ച് സംസാരിച്ചപ്പോൾ കാര്യം ബോധ്യപ്പെട്ട SI മാഡത്തിന്റെ മനസ്സ് കുറച്ചൊന്ന് അലിഞ്ഞു. ഇനി ഇത്തരം വിഡ്ഢിത്തങ്ങൾ ആവർത്തിക്കരുത് എന്ന് താക്കീത് നൽകിക്കൊണ്ട് തന്നെ അവർ സച്ചിയെ വിട്ടയക്കാൻ ഉത്തരവിട്ടു. സ്റ്റേഷന്റെ പുറത്തിറങ്ങിയ സച്ചിയെ രേവതി ചേർത്ത് പിടിക്കാണ്. സച്ചി പതുക്കെ രേവതിയുടെ കാതിൽ പറഞ്ഞു, നീ കരയേണ്ട രേവതി, നമ്മൾ പ്ലാൻ ചെയ്തതെല്ലാം തന്നെ സക്സസ് ആയില്ലേ? ശരത് ഇന്ന് എക്സാം എഴുതാൻ പോയിട്ടുണ്ടാവും, അത് മതി എനിക്ക് എന്നൊക്കെ പറഞ്ഞ് സച്ചി സന്തോഷത്തിലായിരിക്കും. അങ്ങനെ അവർ വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും ചന്ദ്രമതിയുടെ കട്ടക്കലിപ്പൊന്നും അടങ്ങിയിരുന്നില്ല. അവർ മഹിമയെ വിളിച്ച് നന്ദി പറഞ്ഞു. നിങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ സത്യം അറിഞ്ഞത്. എന്നാൽ രവീന്ദ്രൻ സച്ചിയുടെ തോളിൽ തട്ടി പറയുന്നുണ്ട്, സച്ചി, നീ ചെയ്തത് നിയമപരമായി തെറ്റായിരിക്കാം, പക്ഷേ നിന്റെ മനസ്സ് ശുദ്ധമാണ്. നീ കാരണം ആ കുട്ടിയുടെ ഭാവി രക്ഷപ്പെട്ടു. അങ്ങനെ സച്ചിയും രേവതിയും തമ്മിലുള്ള ആ ഒരു ബന്ധം കൂടുതൽ ദൃഢമാവുന്നു. അവരുടെ സത്യസന്ധത തിരിച്ചറിയുന്നതൊക്കെ ആയിരിക്കട്ടെ നാളത്തെ എപ്പിസോഡിൽ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം.